ത്രിപുരയിലെ പൈനാപ്പിൾ രാജ്യമാർക്ക് എന്താണ് കേരളത്തിൽ കാര്യം? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിൽ ഗജവീരന്മാർക്കായി പൈനാപ്പിൾ എത്തിച്ചത് അങ്ങ് ത്രിപുരയിൽ നിന്നാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്യമം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. വടക്കുംനാഥന്റെ സന്നിധിയിൽ ആനയൂട്ടിനായി അണിനിരന്ന ഗജവീരന്മാർക്ക് നൽകിയ പഴവർഗ്ഗങ്ങളിൽ ഇത്തവണ രാജകീയ രുചിയുമുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ത്രിപുരയിൽ നിന്നെത്തിച്ച പൈനാപ്പിളുകളാണ് ആനകൾക്ക് നൽകിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ ഭർത്താവ് ശ്രേയസും സഹോദരന്റെ മകൻ ഭരത് മേനോനും ചടങ്ങിൽ പങ്കെടുത്തു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും ആദരവിന്റെയും അടയാളമായാണ് സുരേഷ് ഗോപി ഇതിനെ വിശേഷിപ്പിച്ചത്. ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ, മന്ത്രി സുശാന്ത ചൗധരി എന്നിവർക്കുള്ള നന്ദിയും അദ്ദേഹം അറിയിച്ചു. ഈ വിശിഷ്ട ഉപഹാരം ക്വീൻ പൈനാപ്പിൾ കേരളത്തിലെത്തിച്ചത് AMC മേയറും MLAയുമായ ദീപക് മജുംദാറാണ്. ത്രിപുര എന്ന സംസ്ഥാനത്തിന്റെ കരുതലിന്റെയും ആദരവിന്റെയും പ്രതീകം കൂടിയായി ഈ ഉപഹാരം. രാജ്യത്തിന്റെ മുഴുവൻ പൈനാപ്പിൾ ഉൽപാദനത്തിൽ 8.5% ത്രിപുരയിലാണ്. കർഷകരോടുള്ള ത്രിപുര സർക്കാരിന്റെ പിന്തുണയെയും എല്ലാ വിഭാഗത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തനത്തെയും അഭിമാനത്തോടെയാണ് കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചത്. 2018 ജൂൺ 7 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പൈനാപ്പിൾ രാജ്ഞിയെ ത്രിപുരയുടെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ ലോക വ്യാപാരവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിർണായക ഫലം കൂടിയാണ് ക്വീൻ പൈനാപ്പിൾ. 2015 പൈനാപ്പിൾ രാജ്ഞിക്ക് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. പൈനാപ്പിൾ ഒരിക്കലും ഒറ്റക്കൊടുക്കില്ല എന്ന വിശ്വാസം കൂടിയുണ്ട് ത്രിപുരക്കാർക്ക്. മികച്ച വില നൽകുന്ന പൈനാപ്പിളിന്റെ ഉത്പാദനവും കയറ്റുമതിയും ത്രിപുരയുടെ മുന്നേറ്റവും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും എന്തിന് പശ്ചിമേഷ്യയിലേക്കും കൂടി ക്വീൻ പൈനാപ്പിൾ വിപണി വികസിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യാശയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുള്ളത്. ജനം, തൃശൂർ.